ഉയർന്ന അവസ്ഥയിൽ ജീവിക്കുന്നവർ തങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത കാര്യങ്ങളെ ചെയ്യാൻ നാണിക്കുന്നവരായിരിക്കും. നാണവും മാനവും ഉള്ള അവർ മറ്റുള്ളവർക്ക് മാതൃകയാവാനേ ശ്രമിക്കുകയുള്ളൂ. നാണം രണ്ട് വിധത്തിലുണ്ട്. പാപകർമ്മങ്ങൾ ചെയ്താൽ നാണക്കേട് ഉണ്ടാകുമല്ലോ എന്ന് ഭയക്കുന്ന സജ്ജനങ്ങളുടെ നാണമാണ് ഒന്ന്. മനോവാക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിശിഷ്ടമായ ഗുണവിശേഷമത്രേ അത്. ഇനിയൊന്ന്, സുന്ദരികളായ കുലസ്ത്രീകളിൽ സഹജമായ ആഭരണം പോലെ പ്രകാശിക്കുന്ന നാണം തന്നെ. ലജ്ജ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ നാണം വ്യത്യസ്തമാണ്. ഊണ്, വസ്ത്രം, നിദ്ര, കാമം, ഭീതി തുടങ്ങിയ സകല കാര്യങ്ങളിലും മനുഷ്യർ ഒന്നുപോലെയാണ്. എന്നാൽ നാണം സജ്ജനങ്ങൾക്ക് മാത്രമായിട്ടുള്ള ആഭരണമാണ്. അവർക്ക് മാത്രമായിട്ടുള്ളൊരു അലങ്കാരമാണത്. തങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും അവർ ചെയ്യുകയില്ല, ഒരു പ്രവൃത്തിയിലും അവരേർപ്പെടുകയില്ല. ശരീരമുണ്ടെങ്കിലേ ജീവനും ഉള്ളൂ. അതുപോലെ തന്നെയാണ് സദ്ഗുണങ്ങളുടെ കാര്യം. നാണമെന്ന സ്ഫുടമായ നന്മ ഉണ്ടെങ്കിൽ മാത്രമേ സദ്ഗുണങ്ങളും ഉണ്ടാവൂ. മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായ ഭൂഷണം നാണം തന്നെയാണ്. ആ സദ്ഗുണമൂല്യം ഇല്ലെന്ന് വരികിൽ ജീവിതത്തിൽ അവർ കാട്ടുന്ന പ്രൗഢിയും മറ്റു ആർഭാടങ്ങളുമെല്ലാം പൊതുജനങ്ങൾക്ക് വ്യാധിയായേ തോന്നും. അന്യന്മാർക്കും തനിക്കുമുണ്ടാകുന്ന നാണക്കേട് ഒരുപോലെ കരുതി ലജ്ജിക്കുന്നവരായ സജ്ജനങ്ങളെ നാണമെന്ന സദ്ഗുണത്തിൻ്റെ ഉറവിടമായി ലോകം പ്രകീർത്തിക്കും. മഹത്തുക്കളായ ആളുകൾ ഭൂമിയുടെ വിശാലതയല്ല സ്വീകരിക്കുന്നത്. ചുറ്റും സ്ഥാപിക്കപ്പെട്ട നാണത്തിൻ്റെ വേലിയും പഴിയും പാപവും കടന്നു വരാത്ത അതിനകത്തെ സ്വച്ഛമായ ഇടവും മാത്രമാണ് അവർ കാക്ഷിക്കുന്നത്. ദോഷങ്ങളെല്ലാം അകത്തേക്ക് വരാത്ത മട്ടിൽ തടുക്കുന്ന ഉറപ്പാർന്ന വേലിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നാണം. പ്രാണനേക്കാൾ വലുതാണ് നാണം എന്ന് കരുതുന്ന ഉത്തമന്മാർ നാണത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രാണൻ വെടിയും. അല്ലാതെ നാണം കെട്ട് ജീവിച്ചു കളയാം എന്നവർ ഒരിക്കലും കരുതുകയില്ല. അന്യന്മാർ ചെയ്യാൻ നാണിക്കുന്ന കാര്യം, അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടോ കേട്ടോ അറിഞ്ഞാൽ പോലും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം യാതൊരു അറുപ്പും നാണവുമില്ലാതെ ചെയ്യാൻ ഒരുവൻ ഒരുമ്പെടുകയാണെങ്കിൽ അവിടെ നാണിക്കുന്നത് സാക്ഷാൽ ധർമ്മം തന്നെയാണ്. ധർമ്മചിന്ത അവനെ വിട്ടൊഴിയുന്നു. നാണം കെട്ടവന് ധർമാധർമ്മ വിവേചന ബുദ്ധി ഉണ്ടാവില്ല. പരമ്പരാഗതവും പരക്കെ ആദരിക്കപ്പെടുന്നതുമായ ആദർശങ്ങൾ തെറ്റിക്കുന്ന ഒരുവൻ കുലമഹിമയെ തന്നെ നശിപ്പിച്ചു കളയും. അതുപോലെ നാണക്കേടുണ്ടാക്കുന്ന പ്രവൃത്തികളിൽ അഭിരമിക്കുന്ന ഒരുവൻ തനിക്കുണ്ടാകേണ്ട സകല നന്മകളെയും ഒറ്റയടിക്ക് തകർത്ത് കളയും.
കെട്ടിയിട്ട് മരപ്പാവുകളെ കളിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ആ നിമിഷം നമുക്ക് അതിന് ജീവനുള്ളതുപോലെ തോന്നും അതിൻ്റെ ചേഷ്ടകൾ കാണുമ്പോൾ. അതുപോലെ തന്നെയാണ് ഉള്ളിൽ നാണമില്ലാത്തവരുടെയും അവസ്ഥ. ജീവച്ഛവങ്ങളാണ് അത്തരക്കാർ. നാണമുള്ളവർക്ക് പ്രാണനുള്ളൂ. കുടുംബത്തിൽ മേൽക്കുമേലുള്ള ശ്രേയസ്സിന് വേണ്ടി നിരന്തരമായി അധ്വാനിക്കുകയും ആ അധ്വാനത്തിൽ ഒരിക്കലും കൈ തളരാതിരിക്കുകയും ചെയ്യുക എന്ന സമർപ്പണ ബുദ്ധിയേക്കാൾ വലുതായ മേന്മ വേറെയില്ല. നന്മ തിന്മകൾ, കാര്യാകാര്യങ്ങൾ, ലാഭനഷ്ടങ്ങൾ എന്നിവയിൽ ധർമാധർമ്മങ്ങൾ അറിവുണ്ടാവുകയും ആ അറിവിനൊത്ത് അക്ഷീണം പ്രവർത്തിക്കാൻ സന്നദ്ധനാവുകയും ഇത് രണ്ടുമായാൽ ഒരുവൻ്റെ കുടുംബം മേൽക്കുമേൽ ശ്രേയസ്സാർജിക്കുക തന്നെ ചെയ്യും. സ്വന്തം കുടുംബത്തിൻ്റെ ഐശ്വര്യാഭിവൃദ്ധികൾക്കായി അക്ഷീണം പ്രയത്നിക്കുന്നവരായ കുടുംബസ്നേഹികൾക്ക് വിജയവീതി തെളിയിക്കാൻ ദൈവം തന്നെ കച്ചകെട്ടി ഇറങ്ങും. അവർക്കത്രത്തോളം ഈശ്വരാധീനം ഉണ്ടാവും. തൻ്റെ കുടുംബത്തിൻ്റെ മേന്മ താണുപോകാതെ അക്ഷീണം പ്രയത്നങ്ങളും നിരന്തരം സമുന്നതിയിലേക്കു നയിക്കുന്ന സമർപ്പിത ചിത്തന്മാർക്ക് സമസ്ത വിജയങ്ങളും സ്വമേധയാ വന്നു ചേരുന്നുണ്ട്. സ്വന്തം കുലത്തിന് അഭ്യുന്നതിയുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ സമയവും കാലാവസ്ഥയും ശുഭമുഹൂർത്തവും ഒന്നും നോക്കി കാത്തിരിക്കേണ്ടതില്ല. ഒരവസരം നഷ്ടമായാൽ പിന്നെ അത് നഷ്ടം തന്നെയാണ്. എന്തും പിന്നീടാകട്ടെ എന്ന് കരുതി അലസത കാണിക്കരുത്. അത് നന്നല്ല. ഈ ഒരു കർത്തവ്യം ചെയ്യാൻ തന്നെപ്പോലൊരു മഹാൻ ഇറങ്ങുന്നത് നാണക്കേടല്ലേ എന്ന ദുരഭിമാനം പിന്നോട്ട് മാറാൻ പ്രേരിപ്പിച്ചാൽ അതിൻ്റെ ഫലം നാശം തന്നെയാണ്. ഇപ്പം ചെയ്യണം എന്ന് തോന്നുന്നത് അത് ഇപ്പം തന്നെ ചെയ്യണം. ഒന്നും മാറ്റിവെക്കരുത്. അതാണ് വർത്തമാനകാലവുമായി ചേരുക എന്ന് പറഞ്ഞാൽ. നാം ഇപ്പോൾ ഭാവിയിലും ഭൂതകാലത്തിലുമാണ് ജീവിക്കുന്നത്. വർത്തമാനകാലത്തിൽ ജീവിക്കാൻ പഠിക്കൂ. വർത്തമാനകാലത്തിലാണ് നാം ജീവിക്കേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.